ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിട്ടുള്ളത് ചക്കപ്പഴം പറിക്കാൻ പോയതാണ്. ചക്കപ്പഴം മാത്രമല്ല, പുഴുങ്ങേണ്ട ചക്കയും എല്ലാം കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ചക്ക കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ കൊണ്ടുപോയിട്ട് എല്ലാവർക്കും കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ചക്ക കഴിക്കാത്തവർക്കെല്ലാം ചക്ക കൊടുക്കാമെന്ന്. പിന്നെ ഒരുപാട് ചക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിട്ട് തന്നെ കൊതിയായിപ്പോയി. നമ്മളെ മാഷ് പറഞ്ഞിട്ട് വന്നിയാണ്. മാഷിയും ടീച്ചറേയും ഞാനൊരു വീഡിയോയിലേക്ക് കൂടി നിങ്ങളെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ഇത് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് റെജീന ചേച്ചീൻ്റെയും സജിയേട്ടൻ്റെയും പറമ്പത്ത് നിന്നാണ് ചക്ക. സജിയേട്ടനും റെജീന ചേച്ചിയും ചക്കയെല്ലാം പറിച്ച് വെച്ചിട്ട് നമ്മളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ചക്ക പറിച്ച് എത്രയാ ചക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴേന്ന് തൊട്ട് മേലോളം ചക്കയുണ്ട്. ഒരുപാട് ആ ഭാഗത്തെല്ലാം നേരത്തെ ചക്ക ഉണ്ടാവും എന്നെല്ലാം ചേച്ചി പറയുന്നതാണ്. അപ്പോൾ സൗണ്ട് പിന്നെ നമ്മൾ സംസാരിക്കുന്നത് ക്ലിയർ ഇല്ല. പിന്നെ മൈക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ക്ലിയർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അവർ സംസാരിക്കുന്നത് ഇടാന് വോയിസ് ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നത് മൊത്തം ഇതിലേക്ക് ഇടണമെന്ന് വെച്ചതാണ്. പക്ഷേ ചേച്ചി നല്ല സംസാരിക്കുന്നത്, അതുകൊണ്ട് പുറത്തേക്ക് അങ്ങനെ ഇത്രയും ചക്ക കിട്ടി. അത് കഴിഞ്ഞ് ചക്ക എടുക്കാനും പോകുന്നുണ്ട്. നമ്മളിവിടെ പഴഞ്ചക്ക എന്നാണ് പറയുക. ഇതിന് പഴഞ്ചക്കയാണ്, ഭരിക്കച്ചക്കയും പഴഞ്ചക്കയും. പഴഞ്ചക്കയാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പുഴുങ്ങുമോ പിന്നെ വറക്കോ അങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു. 2-3 ഇടിച്ചക്കയും കിട്ടി, ബാക്കി ചക്കയും. ചക്ക ഇല്ലാത്ത സമയത്ത് എല്ലാവർക്കും ചക്ക കിട്ടുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയേണ്ട ഇഷ്ടം കൂടുതലായിരിക്കും. അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. നമ്മൾ തന്നെ കഴിക്കുമ്പോൾ അതിനൊരു രസം ഉണ്ടാവില്ലല്ലോ. ഇതാണ് സജിച്ചേട്ടൻ്റെ ഈ പറമ്പത്തു നിന്നാണ്. എന്നോട് പറഞ്ഞു ഇത് കഴിയുമ്പോൾ ഇനി വണ്ടി എടുത്ത് വരാനാണ് പറയുന്നത്. നമ്മളോട് വലിയ എന്നാ പറയുക, പിന്നെ പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു ആ സ്ഥലമെല്ലാം. അതെല്ലാം ഇനി നമ്മളടുത്ത് പോവുകയാണെങ്കിൽ ഈ സ്ഥലവും എല്ലാം പറഞ്ഞ് കാണിച്ച് വീഡിയോ. ഒരു വലിയ കുന്നിൻ്റെ മലയിലാണ് ഇതുള്ളത്. വലിയ കുന്നിൻ്റെ മുകളിലേക്ക് വന്നിട്ടുള്ളത്. അത് ഇവിടെ ജനവാസം കുറവാണ്. ഈ കുറച്ച് വീടുകൾ മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഈ പിന്നെ റെജീന ചേച്ചീൻ്റെ വീട്, അതുപോലെ കുറച്ച് 2-3 വീടേ മേലോട്ടുള്ളൂ. അധികം വീടൊന്നുമില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ കാട്ടുപന്നീൻ്റെ ആക്രമണം വല്ലാണ്ടുണ്ട് എന്നാണ് പറയുന്നത്. അവർ ആനയൊന്നും അങ്ങനെ ഇറങ്ങുന്നില്ല, കാട്ടുപന്നി ഇറങ്ങുന്ന ഒരു സ്ഥലവും കൂടിയാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചക്കയെല്ലാം എടുത്ത് വെച്ച് അവരോട് ഹായ് ബായ് എന്നും പറഞ്ഞ് നമ്മൾ മടങ്ങാൻ വേണ്ടി നോക്കല. ചേച്ചി പറഞ്ഞു ഇനി ചക്ക തീരുമ്പോൾ ഇനിയും വന്ന്. അതും കഴിഞ്ഞ് നമ്മൾ നേരെ വന്നത് മാഷ വീടിൻ്റെ മുമ്പിൽ തന്നെ ഒരു കൂൾ ബാറുണ്ട്. പിന്നെ ഇത് മാഷ സ്ഥാപനവും കൂടിയാണ്. അപ്പോൾ മാഷ് പറഞ്ഞു ടീച്ചർ അവിടെ ഇല്ലായിരുന്നു, അപ്പോൾ ഇവിടെ നിന്ന് ചായ കുടിക്കാമെന്ന്. അപ്പോൾ നമ്മളെല്ലാം ചക്ക എടുക്കാൻ പോയതുകൊണ്ട് ദാഹിച്ചിട്ട് എല്ലാവരും ലൈമ് പപ്സെല്ലാം കുടിച്ച്, മാഷും പ്രേമാഷനും മാത്രം ചായ കുടിച്ചു. നമ്മൾ ലൈം സോഡയെല്ലാം കഴിച്ച് അതും കഴിഞ്ഞ് നമ്മൾ നേരെ മാഷ വീട്ടിലേക്ക് പോയേ. നോക്കിയ ഹാലും ടീച്ചർക്ക് അങ്ങ് പോണ്ട, ടീച്ചറോട് പറ ഒരു സമരം കേട്ടോ. അടുത്ത ആഴ്ച വരണം കേട്ടോ. അപ്പൊ ശരി കേട്ടോ. വരുന്നേ മാഷേ. ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് ടീച്ചറെ നമ്മൾ നന്നായി മിസ് ചെയ്തു ഇന്ന്. ഞാൻ ടീച്ചറെയും മാഷയിലുള്ള ഒരു വിശദമായ വീഡിയോ പിന്നെ ഇടുന്നതായിരിക്കും.